ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മൂവി അപ്ഡേറ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് തുടരും സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. കയ്യിൽ പൈപ്പ് റേഞ്ച് ഒക്കെ ആയിട്ട് ലാലേട്ടൻ നിൽക്കുന്ന ഒരു പോസ്റ്റർ, പിന്നെ മറ്റൊരു പോസ്റ്ററും കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. ലാലേട്ടൻ ചാക്കിൽ കെട്ടി എന്തൊക്കെയോ സാധനങ്ങൾ അംബാസഡർ കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കുന്നു. കണ്ടിട്ട് എന്തോ ഒരു സംഭവം ഇറുക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു മുണ്ടിൽ പറ്റിയിട്ടുള്ള പാട് ചോരയുടെ പാടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കറയായിരിക്കും. ഈ സിനിമ ഒരു ത്രില്ലർ അല്ലെന്ന് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ തന്നെ പറയുന്നു. എന്നിരുന്നാൽ പോലും പക്ഷെ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പം എന്തൊക്കെയോ ഡൗട്ട് എന്ന രീതിയിൽ എനിക്കൊരു തോന്നല്, സംതിങ് ഫിഷിങ് ഇല്ലയോ എന്നൊരു തോന്നൽ. ഇതൊരു ഫാമിലി മൂവി ആണെന്നാണ് തരുൺ മൂർത്തി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് കൊടുക്കണ്ട എന്ന രീതിയിലായിരിക്കും ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ്, ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇതിന്റെ ട്രailer കണ്ടപ്പം എനിക്കൊരു സാധാരണ സിനിമ പോലെയാണ് തോന്നുന്നത്. എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഏപ്രിൽ 18-നായിരുന്നു സിനിമ ആദ്യം റിലീസ് ചെയ്യാൻ വെച്ചിരുന്നത്. പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്ത് മെയ് 1 മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ്, പ്രിൻസ് ആൻഡ് ഫാമിലി, നമ്മുടെ ദിലീപേട്ടൻ നായകനെത്തുന്ന ചിത്രത്തിന്റെ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ടിപ്പിക്കലി ഈ അടുത്ത് വന്ന ദിലീപ് പടങ്ങൾ പോലെ ഒരു ടിപ്പിക്കൽ മൂവി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപിന്റെ പവി ടേക്ക് കെയറിൽ കാണിച്ച സ്ഥിരം പരിപാടി തന്നെയാണ് ഇതിനകത്തും ദിലീപേട്ടൻ പിടിച്ചേക്കുന്നത്. എന്തായാലും പുള്ളിയുടെ പഴയ ഒരു കോമഡി ട്രാക്കൊക്കെ മാറ്റി പുതിയ രീതിയിലുള്ള കോമഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ ഹിറ്റ് അടിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ്, റെട്രോയുടെ ട്രailer 10 മില്യൺ വ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പോസ്റ്ററും അവർ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഓഡിയോ ലോഞ്ചിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ കങ്കുയ്ക്ക് കൊടുത്തോളുള്ള ഒരു ഹൈപ്പ് ഒന്നും അവരിതിന് കൊടുത്തിട്ടില്ല. ഓവർ ഹൈപ്പ് കൊടുക്കാഞ്ഞ എന്തായാലും ഒരു തരത്തിൽ നല്ലതാണ്. അതുകൊണ്ട് ആളുകൾ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഈ ഒരു സിനിമയെ സമീപിക്കും. എനിക്ക് ഈ ഒരു സിനിമയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇതിന്റെ ഡയറക്ടർ കാർത്തിക് സുബ്രാജ് ആണ്. അതാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയൊരു ഫാക്ടർ. പിന്നെ ഇന്ന് 10 days to go എന്ന് പറഞ്ഞ് പുതിയൊരു പോസ്റ്ററും കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ്, NTR പ്രശാന്ത് നീൽ മൂവി സിനിമയുടെ 4 ദിവസത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരിയിലെ സിനിമയുടെ ഷൂട്ട് വീണ്ടും നാളെ മുതൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കർണാടകയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ്, ജനനായകൻ സിനിമയുടെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് പോയത് 90 കോടി രൂപയ്ക്കാണ്. വിജയ് ആണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. H. വിനോദാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിജയുടെ ലാസ്റ്റ് സിനിമയാണ് ഇതെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു തുകയ്ക്ക് പോയത്. ഈ ഒരു സിനിമയും കൂടെ കഴിഞ്ഞാൽ വിജയ് പിന്നെ ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് ഇറങ്ങും. എന്തായാലും 90 കോടിക്ക് എടുത്ത അവർക്ക് ഒരിക്കലും ഒരു നഷ്ടമായില്ല. കാരണം വിജയുടെ ഗോട്ട് തന്നെ നമുക്കറിയാം എത്ര ശോകം സിനിമയാണെന്ന്. എന്നിട്ടും തമിഴ്നാട്ടിൽ നല്ല രീതിക്ക് തന്നെ കളക്ഷൻ കയറിയത്. നെക്സ്റ്റ് അപ്ഡേറ്റ്, ടിക്ക ടക്ക ആസിഫ് അലി നായകനെത്തുന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നും ആസിഫ് അലിയുടെ പുതിയൊരു പിക്ക് ഇപ്പം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ്, വലതുവശത്തെ കള്ളൻ ബിജു മേനോൻ ജോജു ജോർജ് പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ജിത്തു ജോസഫ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ്, കളങ്കാവൽ സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മമ്മൂക്കയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഈ ഒരു പോസ്റ്ററിലേക്ക് വരുമ്പോഴും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മമ്മൂക്കയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ചിരിയിലും ആ ഒരു നോട്ടത്തിലും ആ ഒരു കണ്ണിലും, എന്തിനേറെ പറയണം ആ ഒരു കവിളിലും മൂക്കിലും നെറ്റിയിലും വരെ ഡിഫറൻസ് കൊണ്ടുവന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ലുക്ക്. അങ്ങനെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. എന്താ ഒരു ചിരി, ആ ഒരു ചിരിയിലുള്ളത് ശൃംഗാരമാണെന്ന് തോന്നുന്നു. പക്ഷേ അതിലെവിടെയോ ഒരു ക്രൂരത ഒളിഞ്ഞു കിടക്കുന്നില്ലേ എന്നൊരു തോന്നൽ. സോ എനിക്ക് ഈ ഒരു സിനിമയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. മെയ് 22-നാണ് ഈ ഒരു സിനിമ വരുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.